വിധി ദൗർഭാഗ്യകരമാണ്. വിധി ഇപ്പോൾ വന്നതേ ഉള്ളൂ, പഠിക്കണത്രേ. വിധി പഠിച്ചതിന് ശേഷം ഞങ്ങൾ അപ്പീൽ പോകും. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. അത് BJP എല്ലാ കാര്യം അങ്ങനെയല്ല പറയില്ല. വ്യാജക്കേസ് എന്ന് തന്നെയാണ് BJP പല കേസുകളെ കുറിച്ചും പറയുന്നത്. ഏതായാലും മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഞ്ചേശ്വരക്കാർ വിളിക്കുന്നത് കോഴ സുരേന്ദ്രൻ എന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ BJPക്ക് പല മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ സ്വാധീന കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന മഞ്ചേശ്വരത്തിന്റെ സ്ഥിതി എന്താ? മഞ്ചേശ്വരത്തും കാസർഗോഡും BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം അവിടുത്തെ ജനങ്ങൾക്കറിയാം BJP അവിടുത്തെ അവരുടെ ജില്ലാ കമ്മിറ്റിയിലെ തർക്കം എപ്പോഴും തീരുന്നില്ലല്ലോ. എത്ര കാലം BJPയുടെ ഓഫീസ് പൂട്ടിയിട്ടു? കൂടുതൽ പോയി തീർച്ചയായും അതാണ്. BJP കോഴയുടെ കൂടെയാണ്. ഇലക്ട്രോ ബോണ്ട് നമുക്കറിയാലോ. ഇലക്ട്രോ ബോണ്ട് രാജ്യത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ലേ? പുറത്തുകൊണ്ടെന്ന് വരാ CPM അല്ലേ? അത് ഞാൻ പഠിച്ചിട്ടേ പറയാൻ പറ്റൂ. നമ്മളത് പരമാവധി കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ തെളിവുകൾ അടുത്ത കോടതിയിൽ നമ്മൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടൽ CPM-ഉം വ്യക്തിപരമായും ചെയ്യുന്നതായിരിക്കും. അപ്പീലുമായിട്ട് മുന്നോട്ട് പോകും. ഏതറ്റം വരെയും പോകും.